ഇവൻ ഈ പറയുന്ന അവൻ്റെ സിനിമ മിഷൻ 90 ഡേയ്സ് മുഴുവനും കള്ളത്തരമാണ്. അതിനകത്ത് ഇവന് ഭയന്നിട്ടായിരുന്നത്. ഏകദേശം 60-70 പേരാണ് വന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്യാപ്റ്റനായിരുന്നു. അല്ലാതെ അന്ന് ആ കമാൻഡ് അതിനെപ്പോലും ആ കോറിന്, അതായത് ആ ഓപ്പറേഷൻ്റെ ഹെഡ് കേണൽ ദത്തയായിരുന്നു. പക്ഷേ കേരളത്തിൽ പറഞ്ഞുണ്ടാക്കിയ സാധനം ഇവനാണിത് ചെയ്തതെന്ന്. അതോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സ്റ്റോറി ഞാൻ സാറിനോട് പറയും. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടിൽ ഇരുന്ന സമയം, അപ്പൊ ഞാൻ ഈ ഷർട്ട് ഇടാതെ ഇന്ന് ഇരുന്നയാളാ. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഷർട്ട് ഇട്ടോട്ടിരിക്കണം, അദ്ദേഹത്തിന് സീനിയർ ഉദ്യോഗസ്ഥൻ വരുന്നത്. നിങ്ങളെ കാണാനല്ല പറ്റില്ല, ഞാനെന്തിനാ ഈ ഷർട്ട് നോക്കണ്ടേ, അല്ല ഈ ഷർട്ട് ഇട്ടോട്ടിരിക്കാതെ തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തെ ഫോൺ വന്നു, ഇയാൾ എടുക്കുന്ന അവിടെ നിന്ന് സല്യൂട്ട് അടിക്കും. അപ്പൊ എനിക്ക് ചിരി തോന്നി, ഒരു മനുഷ്യൻ, ഒരു പട്ടാളക്കാരൻ എല്ലാവിധ സാധ്യതകളോട് കൂടിയാണ്. അപ്പൊ എനിക്ക് ചിരി പോയി. ശകലം കഴിഞ്ഞ് നോക്കുന്നത് ഇയാൾ താഴേക്ക് ഓടുന്നു. പിന്നെ ഒരു പെട്ടി അരിയാൾ അദ്ദേഹം മുന്നോട്ട് വരുന്നു. ഒരു ഗൗരി പോലെ വളരെ മാന്യനാണ്, പക്ഷെ വളരെ ഇന്റലക്ച്വൽ ആണെന്ന് കണ്ടാൽ അറിയാം, പൾപ്പുള്ളതെന്നറിയാം. പക്ഷെ വലിയ ശരീരഘടനയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ കയറി വരുന്നു. അവസാനം എന്നെ പരിചയപ്പെടുത്തും. ഞാനും അദ്ദേഹം മുഖാമുഖം ഇരിക്കുന്നു. അദ്ദേഹം ചായ ഇടാനായിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾ എന്നോട് ഈ PS വേണ്ടി നമ്മൾ കർമ്മയാവസ്ഥ ഞാൻ മിലിറ്ററി ബൈക്കുണ്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ ഈ കീർത്തിയാത്രയില് രവി സാർ അതുപോലെ ഒക്കെ ചെയ്തതാണോ? പിന്നെ പുള്ളി എന്നോട് ചോദ്യം നിങ്ങൾ സിനിമ കണ്ടാണോ? ഞാൻ പറഞ്ഞത് അതിൽ ബാബുരാജിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഏതാണ്ട് അത്രയൊക്കെ വരും. അദ്ദേഹം എന്നോട് നേരിട്ട് പല ആൾക്കാർ NSGയിൽ, കാരണം NSGയുടെ ഒരു നേരത്തെ ഒരു കമാൻഡോയുടെ ഡ്രൈവറായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അവിടെയുള്ള പല ആൾക്കാരെ പറ്റി ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇവൻ അടിച്ചു വിടുന്ന മുഴുവനും പച്ചക്കള്ളോ. ദാവൂദ് ഇബ്രാഹിമിനെയും മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബോംബെ പോയിട്ട് മലയാളികളെ മുഴുവനും പൊട്ടന്മാരാക്കി. അവിടെ അതേപോലെ തന്നെ കോവിഡ് സമയത്ത് പാകിസ്ഥാനിൽ പോയിട്ട് ദാവൂദ് ഇബ്രാഹിമിനെ ഇത്ര ഒരു ബിഡി, അതായത് പച്ചക്കള്ളവാ പറയുന്നത് മുഴുവനും. അതായത് ലൈഫ് സിനിമയും മാത്രമല്ല, ഇവൻ പറയുന്നത് മുഴുവനും കള്ളമാണ്.